ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് വെക്കും. പിന്നെ ഞാൻ ആ ദിവസത്തെ പകുതി എടുത്ത് വെച്ചിട്ട് പകുതി എടുക്കില്ല, പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെക്കുക. എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഇതിനകത്തും അങ്ങനെ കുറേ ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഇനിയിപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞാൻ എണീച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് ഒന്ന് കണ്ണൊക്കെ തിരുമ്മി അങ്ങനെയൊക്കെ എണീച്ച് മെല്ലെ മെല്ലെ അടുക്കളയിലൊക്കെ പോയി. ഏകദേശം 8 മണി ഒക്കെ ആകാറായപ്പോഴാണ് കേട്ടോ ഞാൻ എണീച്ചത്. തലേദിവസം കിടന്നപ്പോൾ വൈകി, കാരണം എന്തോ വയ്യായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്നെ വിട്ടു പോവാത്തൊരു സംഭവമാണ് ഈ വായിക്കോട്ടെ. ഏത് നേരത്തുണ്ടോ ഈ വായിക്കോട്ടെ, ഭയങ്കര ഉറക്കം തൂങ്ങിയാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിലേക്കൊക്കെ പോയി നോക്കി. അമ്മ എന്തോ പറയുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്കൊക്കെ പോയി അമ്മ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ. അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോയി നോക്കി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ ഗോതമ്പ് ദോശ. സാധാ ദോശയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. രാവിലെ ചോറോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമാണ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കണ്ണാടിയൊക്കെ നോക്കി മുടിയൊക്കെ മര്യാദയ്ക്ക് വാരിക്കെട്ടി വെച്ച്. സാധാരണ ഞാനിങ്ങനെ രാവിലെ ഒന്നും മുടിയൊന്നും വാരിക്കെട്ടി വെക്കലൊന്നുമില്ല കേട്ടോ. കിടന്ന പാടെ അങ്ങനെ എണീച്ച് പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ അപ്പോഴത്തേക്കും ഞം വെക്കാനുള്ള സമയമായി കേട്ടോ. ഗോതമ്പ് ദോശയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് രണ്ടുമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 11 മണി ഒക്കെ ആയപ്പോൾ 11 മണിയല്ല, ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനും ഇത്രയൊക്കെ കാണിക്കാനുള്ളൂ. അതിനകത്ത് പകുതി ഞാൻ എടുത്തിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ വോയിസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ വോയിസിന് അത്ര ക്ലാരിറ്റി പോരാ. അപ്പോൾ ഞാൻ ഡെർമേൻ്റെ സൺസ്ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിരികം കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് പിരികം പിന്നെ കുറേ ഉള്ളതുകൊണ്ട് ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക് കേട്ടോ. പരിപ്പ് കറിയും പിന്നെ ആ ചിക്കൻ കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഉണക്കമീനില്ലേ മുള്ളൻ, അത് വറുത്തതുണ്ടായിരുന്നു. മാങ്ങാച്ചാറുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നു, എല്ലാ വീഡിയോയും ഞാനിങ്ങനെ പകുതി എടുത്ത് വെക്കും, പകുതി എടുക്കാൻ മറന്നു പോകുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതും ഞാൻ വീഡിയോ എടുത്തില്ല. അതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഒരുമാതിരി വൃത്തിയിട്ട മോന്തായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മറന്നു പോകുമോ എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര മറവിയായതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് വെക്കും. ഇങ്ങനെ അത് നേരെ തിരിച്ചൊന്ന് ഓർത്ത് വെക്ക്. എന്നിട്ട് എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ് ഇന്നലെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കയ്യിലകത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചതാണ്. പക്ഷേ ഇന്നായപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അമ്മ അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചപ്പോൾ അതും ഞാൻ എടുത്തില്ല. ലാസ്റ്റ് അമ്മ കഴിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അമ്മ കൂടെ ഇരുന്നായിരുന്നു, പക്ഷെ അമ്മ അങ്ങനെ. ഈ വീഡിയോയും കൊള്ളായി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.